Hello, once again, welcome back to Plus Line. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ +1 +2 എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് വീഡിയോസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക്. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 12 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് A+ നേടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും അതുപോലെ വീഡിയോ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 12 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടോക്കൺസ് ആൻഡ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++. ഓക്കെ, അപ്പോൾ എന്താണ് ടോക്കൺസ് എന്ന് പഠിക്കണം. C++ലെ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും നമ്മൾ വ്യത്യാസം പഠിക്കണം. അതുപോലെ തന്നെ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, C++ലെ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് എന്തെല്ലാമാണെന്നും അതിന്റെ ഉദാഹരണങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചാപ്റ്റർ ഫംഗ്ഷൻ എന്നുള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ C++ലെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്തെല്ലാമെന്ന് പഠിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മോഡുലാർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ്സ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നും അവയുടെ മേന്മകൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കമ്പയർ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. എന്താണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്, എന്താണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്, അവയുടെ വ്യത്യാസവും പഠിക്കണം. അതുപോലെ ലോക്കൽ വേരിയബിൾ എന്താണ്, ഗ്ലോബൽ വേരിയബിൾ എന്താണ്, അവയുടെ വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഫംഗ്ഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം ദ എസെൻഷ്യൽ ടാഗ്സ് ഇൻ HTML ആൻഡ് എക്സ്പ്ലെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. അപ്പം HTML എസെൻഷ്യൽ ടാഗ്സ് എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി എന്നുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്താണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്താണ്, അവയുടെ വ്യത്യാസം, സ്റ്റാറ്റിക് വെബ് പേജ് എന്താണ്, ഡൈനാമിക് വെബ് പേജ് എന്താണ്, അവയുടെ വ്യത്യാസമൊക്കെ പഠിച്ചിരിക്കണം. നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി എന്നുള്ള ചോദ്യമാണിത്. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ HTML കോഡ് ടു ക്രിയേറ്റ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് വെബ് പേജ്. അതായത് ചൂട് നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം ഒരു ടേബിൾ അല്ലെങ്കിൽ എന്താണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള HTML കോഡ് എഴുതാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഫോം ടാഗ്, ഫ്രെയിം ടാഗ്, ഇൻപുട്ട് ടാഗ്, ടേബിൾ ടാഗ് എന്താണെന്ന് അവയുടെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്ന് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആൻഡ് ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇത് ആറാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്തെല്ലാമാണ്, ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. നയൻത് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നും വെബ് ഹോസ്റ്റിംഗ് ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിക്കുക. പത്താമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പഠിക്കണം. എട്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്. അവയുടെ മേന്മകൾ, കമ്പോണൻസ്, ഡേറ്റാബേസ് യൂസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 11th ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. എന്താണ് റിലേഷൻ ആൾജിബ്ര എന്നും റിലേഷൻ ആൾജിബ്രയുടെ ഓപ്പറേഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ കൺസ്ട്രെയിൻസ് ഇൻ SQL. SQL കൺസ്ട്രെയിൻസ് എന്തെല്ലാമാണ്. അതുപോലെ തന്നെ കമ്പയർ കോളം കൺസ്ട്രെയിൻസ് ആൻഡ് ടേബിൾ കൺസ്ട്രെയിൻസ്. കോളം കൺസ്ട്രെയിന്റെയും ടേബിൾ കൺസ്ട്രെയിന്റെയും കമ്പാരിസൺ ഡിഫറൻസും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.